ചെറിയൊരു വീഡിയോ ആണേ. നമ്മൾ ഇന്ന് എത്തിയത് സുൽത്താൻ ബത്തേരിയുള്ള ജൈൻ ടെമ്പിളിലാണ് കേട്ടോ. വയനാട്ടിലെ ഈ ജൈന ടെമ്പിളില്ലേ, അത് എത്ര പേര് നേരിട്ട് കണ്ടിട്ടുണ്ടാവും എന്നറിയില്ല. ഒരുപാട് വീഡിയോസ് യൂട്യൂബിലുണ്ട് കേട്ടോ. വയനാട് രാമായണവുമായിട്ട് ഒരുപാട് ബന്ധമുണ്ട് എന്ന് പറയുന്നുണ്ട്. അതുപോലെ തന്നെ ടിപ്പു സുൽത്താനുമായിട്ട് ഒരുപാട് ബന്ധമുണ്ടേ. അപ്പോൾ ആദ്യം ഒരു അമ്പലവും അത് കഴിഞ്ഞിട്ട് ടിപ്പു സുൽത്താൻ്റെ ആയുധപ്പുരയുമായിട്ട് മാറിയ ഈ ജെയിൻ ടെമ്പിളിലേക്കാണ് കേട്ടോ നമ്മളിന്ന് വന്നത്. റോഡിൽ നിന്ന് നമുക്കിങ്ങനെ ഗേറ്റ് കാണാൻ പറ്റും. അവിടുന്ന് ഒരിത്തിരി ഇതാ കാണുന്നത് തന്നെയാണ് കേട്ടോ അമ്പലം. AD 13-ാം നൂറ്റാണ്ടിൽ നിർമ്മിച്ച ക്ഷേത്രമാണ്. അത് കഴിഞ്ഞ് 18-ാം നൂറ്റാണ്ടായപ്പോൾ ടിപ്പു കയ്യേറി ആയുധപ്പുരയാക്കി എന്നാണ് പറയപ്പെടുന്നത്. മുഴുവനായിട്ടും കരിങ്കൽ തൂണും കരിങ്കൽ പാളികളൊക്കെ വെച്ചിട്ടാണ് ഈ അമ്പലം ഉണ്ടാക്കിയിരിക്കുന്നത്. ഇങ്ങനെ തകർക്കപ്പെട്ട കുറേ ജൈനക്ഷേത്രങ്ങളുണ്ട് കേട്ടോ വയനാട്ടിൽ. ഒരു പനമരത്തുള്ള ഒരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നേ. ജൈനക്ഷേത്രത്തിൻ്റെ ഇതിൻ്റെ ഉൾവശം ഇങ്ങനെയാണ് കേട്ടോ. ഒരുപാട് ചരിത്രങ്ങളുള്ള അമ്പലമാണ്. ഞാൻ ജസ്റ്റ് കാണിക്കുന്നേ ഉള്ളൂ. കൂടുതലായിട്ടുള്ള ചരിത്രങ്ങളൊന്നും എനിക്ക് പറഞ്ഞു തരാൻ അറിയില്ല കേട്ടോ. അവിടെ നമ്മൾക്കൊരു ഗൈഡിനെ കാണാൻ പറ്റും. പിന്നെ പ്രവേശനമൊക്കെ ഫ്രീ ആണ്. നിങ്ങൾ ആരെങ്കിലും സുൽത്താൻ ബത്തേരിയൊക്കെ വയനാട് ട്രിപ്പ് വരുമ്പോൾ ഈ ക്ഷേത്രത്തിലൊക്കെ കയറി ഇതിൻ്റെ ചുറ്റുപാടൊക്കെ ഒന്ന് കണ്ട് മനസ്സിലാക്കണം കേട്ടോ. ആയുധങ്ങൾ സൂക്ഷിക്കുക മാത്രമല്ല, ഇവിടെ ഒരു കിണറിൻ്റെ ഉള്ളിൽ കൂടെ തുരങ്കപാത മൈസൂരേക്കുണ്ട് എന്നൊക്കെ പറയപ്പെടുന്നുണ്ട് കേട്ടോ. കൊത്തുപണികൾ ചെയ്ത എല്ലാ തൂണിലും കൊത്തുപണികളുണ്ട്. അതിൽ ഒരു പാമ്പിൻ്റെ ചിത്രമുള്ള ഒരു തൂണിന് എന്തോ ഒരു പ്രത്യേകതയുണ്ട് കേട്ടോ. അത് എന്തോ ലോക്കറിൻ്റെ കീ ആണ് എന്നൊക്കെ പറയുന്നുണ്ട്. ചരിത്രം ഒന്നും എനിക്ക് കൂടുതൽ അറിയില്ല. പക്ഷെ ഇവിടെ എത്തുന്നത് സഞ്ചാരികളല്ല കേട്ടോ കൂടുതലായിട്ടും. ഇതൊക്കെ കാണാൻ ഇഷ്ടമുള്ളവരാണെങ്കിൽ കുട്ടികളെയൊക്കെ കൂട്ടിയിട്ട് ഇവിടെയൊക്കെ വന്ന് ഇതൊക്കെ കാണിച്ചു കൊടുക്കണേ. ഒരു അമ്പലമായിട്ടല്ല, ഇത്രയും വർഷങ്ങൾ മുന്നേ, നൂറ്റാണ്ടുകൾക്ക് മുന്നേ ഇതുപോലെ കല്ലുകളിലൊക്കെ ഇന്നത്തെ ടെക്നോളജി ഒന്നും ഇല്ലാതിരുന്ന കാലത്ത് ഇതുപോലെ കല്ലുകളൊക്കെ കൊത്തി ഇങ്ങനെ ചിത്രങ്ങളൊക്കെ ഉണ്ടാക്കുക, അതൊക്കെ ജോയിൻ ചെയ്ത് വെക്കുക, അതൊക്കെ ശരിക്കൊരു അത്ഭുതം തന്നെയല്ലേ. മഴവെള്ളമൊക്കെ പോവാൻ വേണ്ടിയിട്ടുള്ള പാത്തി വരെ കണ്ടില്ലേ, കരിങ്കല്ലുകൊണ്ട് കൊത്തി കറക്റ്റാക്കി ഉണ്ടാക്കി വെച്ചിരിക്കുകയാണ്. പനമരത്ത് കുറുവാദ്വീപിലേക്ക് പോകുന്ന അവിടെ ഒരു ജൈന ടെമ്പിൾ ഉണ്ട്. പക്ഷെ അത് ഫുള്ളായിട്ട് പൊളിഞ്ഞു കിടക്കുകയായിരുന്നു. മെയിൻ്റനൻസ് ആണെന്ന് പറഞ്ഞിട്ട് ഇപ്പം അവിടെ ഇതുവരെ തുറന്നിട്ടും ഇല്ല കേട്ടോ. അത് ഇങ്ങനെ വയനാടിന് ഒരുപാട് ചരിത്രങ്ങൾ പറയാനുണ്ടേ. ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും ഒരു ലൈക്കും തരണേ.